വാങ്ങിച്ചത്. ഞാനല്ലേ കാശ് വാങ്ങിച്ചെടുത്തത് പറഞ്ഞില്ലേ? ഇവന്റെ നാക്ക് മുറിച്ചെടുക്കടാ. ഇനി ഈ നാക്ക് ഇവന് വേണ്ട. ഹലോ, കല്ലൂർക്കാരൻ വർക്കി സ്പീക്കിംഗ്. കണ്ട കണ്ട, ഇപ്പൊ വിശ്വാസമില്ലേ? ഞാനില്ലാന്നും പറഞ്ഞ് ഫോൺ വന്ന് കണ്ടില്ലേ? 10,000 പ്ലസ് 5,000 15,000 രൂപയും വാങ്ങിയിട്ടുണ്ട്. കല്ലൂർക്കാടാ എന്താണോ പറയണോ? അനിയൻ എന്റെ കാര്യം പറഞ്ഞില്ലേ? 10,000 രൂപ അഡ്വാൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. വർക്കിച്ചേട്ടാ 15,000 പ്ലസ് 10,000 എന്താ പ്രശ്നം? ഇവിടെ തന്റെ കാശ് മേടിച്ച ഇവനാണോ? അത് ഇയാളല്ല, മറ്റേയാളാ. മറ്റവനാ? ഇവനെ പിടികളാ. കത്തിയും കൂട്ടി കൊണ്ടുവന്നെ. ഞാൻ പറ്റിയാളും ഇയാളും അല്ല, 5ാമത്തെ അനിയനാ. ഏതാണ് 5ാമത്തെ അനിയൻ? അവൻ ഏത് കൊലകൊമ്പനായാലും ശരി, 24 മണിക്കൂറിനകം ഞാൻ അവനെ പൂട്ടും. എന്റെ ഈ നാക്കാണ് സത്യം. സത്യ കല്ലൂർക്കാടന്റെ 5ാമത്തെ അനിയൻ. ഇങ്ങനെ കൊണ്ടുപോകണം നിന്റെ ഒരു എണ്ണല്. കല്ലൂക്കാരന്മാരായിട്ട് കളിക്കാനുള്ളത് മുലപ്പാല് വേണ്ട, കേവലം നിപ്പിൾ പാല് കുടിച്ചിട്ടുള്ള മാരാണ് കയറി വാടാ. അരി മേടിക്കാൻ വന്നതാ. ഇത് വെച്ചോ, സ്പെഷ്യൽ മേടിച്ചോ 2 കിലോ. എന്താ പേര്? കൊച്ചു കള്ള. ഹലോ, ആ തീയന്തോന്ന് ആടോ. ഹലോ, ഒന്നുകൂടെ വന്നേ. ഇങ്ങനെ ആടോ. ഇവിടെ പുതിയതാണല്ലേ? പഴയതാ, 10-28 വർഷത്തെ പഴക്കം കാണും. എന്താ പേര്? കല്ലൂർക്കാടന്മാരെന്ന് കേട്ടിട്ടുണ്ടോ? കല്ലൂർക്കാടന്മാരുടെ 5ാമത്തെ അനിയൻ. സത്യ നീയാണ് 5ാമത്തെ തെണ്ടി അല്ലേ? കല്ലൂക്കാരന്റെ 5ാമത്തെ അനിയാ. ഒന്ന് നിന്നേ. കല്ലൂക്കാരന്റെ സ്വന്തം അനിയനാണോ? എന്താ സംശയം? വെറുതെ ചോദിച്ചാ. എനിക്കൊരു സഹായം ചെയ്യൂ, ഒരു ചെറിയ സഹായം. എന്താ, ആരെങ്കിലും കൊല്ലാനാണോ? അതൊന്നല്ല. ഇതാ നോക്ക്, ആ ഇരിക്കുന്ന ആളെ കാണാം. ഏതാ വീപ്പ് കുറ്റിയോ? അതെ, അത് തന്നെ. അയാളെ നാവ് പിടിച്ചു വലിച്ച് മുഖം അടിച്ച് പൊളിക്കണം. ഒരു 1000 ഉറുപ്പിക ഞാൻ തരാം. ഒരു 2000 രൂപ വരോ? 2000 ഇട്. നോക്കണേ ചേട്ടൻ, എനിക്കൊരു സഹായം ചെയ്യണം. ഞാനൊരു ചേട്ടനായിട്ട് ബെറ്റ് വെച്ചു. ചേട്ടൻ നാക്ക് പുറത്തേക്ക് പിടിച്ച് ചെകിടത്തൊരു അടി തരാന്ന്. സാധിച്ചു തരണം. എന്ത് തരും? എന്ത് വേണം? എന്ത് തരും? ഒരു 100 രൂപ. 500 രൂപയും ആരും കേൾക്കാത്തൊരു പാട്ടും പാടണം. ഒരടിക്ക് 500 രൂപയോ? ഒരടിക്ക് 500 രൂപ കുറഞ്ഞാൽ വാങ്ങിക്കാറില്ല. 100, 200, 300, 400, 500 പിടി. ഇതെന്ത് പാട്ട്? ഈ പാട്ടിന്ന് ഇവരാരും കേട്ടിട്ടില്ല. നാക്ക് പുറത്തേക്ക് പിടി. 100 രൂപ ടിപ്പ്. മൊട്ടടിച്ചോ? എന്റെ ഗഫൂറെ, ഇപ്പൊ ഒരു രസം ഉണ്ടായടാ. ഒരുത്തം വന്ന് എന്റെ കരണക്കുറ്റിക്കൊണ്ട് ഒരു അടി വന്നു. ഞാൻ 500 രൂപ വേണമെന്ന് പറഞ്ഞു. അവ 600 രൂപ തന്നിട്ട് പോയി മണ്ടൻ. ഇതാ പറയുന്നത്, ബുദ്ധി വേണം കാശുണ്ടാക്കാൻ. എന്നാ പിന്നെ മറ്റേ കരണക്കുറ്റിയും കാറ്റ് കൊടുത്ത് 500 രൂപ കൂടി വാങ്ങണ്ടേ? അതിനോ പോയില്ലേ? എന്റെ പൊന്നാര വർക്കി, അതാണ് 5ാമത്തെ അനിയൻ. സത്യ. ചേട്ടാ, അറിയാൻ പാടില്ല, എനിക്കൊരു തെറ്റ് പറ്റിയത് എന്നോട് ക്ഷമിക്കണം ചേട്ടാ.
അങ്ങനെ ചവിട്ടിയാടും. നല്ല സുഖം. അയ്യോ ദേ വേറെ എണ്ണം. ചവിട്ടടാ. ഇതെന്താണ് സ്കൂൾ വിട്ട് പറഞ്ഞ മാതിരി? ചവിട്ടടാ തണ്ടി. ചവിട്ടാ പന്നി. ഒരു വീക്കാൻ പറ്റുന്നുണ്ട്. ആശാനെ ഇതൊന്നും അങ്ങോട്ട് നോക്കിക്കേ. ഗഫൂർക്ക ഉണ്ടോ? ഗഫൂർ ഖാന്റെ ആരാ? ഭാര്യയാ. ഇതെന്റെ മക്കളാ. ഇതെന്താ അങ്ങനെ പായ കൊടുത്ത്? അത് കിടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ഉടുത്തോണ്ട് നിക്ക. ബാപ്പ ഇതൊക്കെ ആരാ ബാപ്പ? ബാപ്പന്റെ കൂടെ ജോലി ചെയ്യുന്നവരാ? ഇത് വർക്കി മാമ, ഇത് ബാലൻ മാമ, ഇത് ലൂക്കോ മാമ, എല്ലാം ബാപ്പന്റെ ഫ്രണ്ട്സാ. ഇന്നെന്താ നിങ്ങള് കമ്പനി പോയില്ലേ? ഈ മാസം ഇനി കൊട്ടേഷൻ ഇല്ല, അടുത്ത മാസം ചിലപ്പോ കണ്ടേക്കും. അതെ ലൂക്കോ ഒന്ന് വന്ന്. എന്റെ ശരിക്കുള്ള പണി എന്താന്ന് എന്റെ മക്കൾക്ക് അറിയില്ല. അതറിഞ്ഞ ഒരു ബേജാറാവും. പഠിച്ചോനെ വിചാരിച്ച പോലെ അത് അറിയിക്കരുത്. വാ. മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 9ലാ. അതെ, ഞാൻ ഇവരെ കൊണ്ടുപോയി ബസ് കയറ്റി വിട്ടിട്ട് വരാം. ഒന്നിക്കേ. ഓ ടൗണിൽ കൊണ്ടുപോയി ആ. ഓരോ ബിരിയാണി വാങ്ങിക്കൊടുത്ത് സിനിമയും കാണിച്ച് ജോലിയാക്കിട്ട് വായിച്ചിട്ടാ. വരി. അട്ട നേരാക്കിട്ട് ബാങ്ക് കൊടുക്കാൻ നേരെ. ഹായ്, ഇതെന്താ ഉഷ്ണ? നമുക്കൊരു ബിയറും കാച്ചാലോ? ആ കോപ്പ കിട്ടുന്ന സാധനം. കോപ്പയെ കിട്ടുന്ന സാധനമോ? അതന്നെ, ആ ചോപ്പ് നിറത്തുള്ള ആ കോഴിച്ചാറേ. ഓ, ചില്ലി ചിക്കൻ. എന്തുട്ട് പണ്ടാണെങ്കിലും കൊണ്ടുപോടാ ശവി. ഒരു ചില്ലി ചിക്കൻ. ഒരു ബിയറും വീശി താൻ പറഞ്ഞ ചിക്കനും കഴിച്ച് ഒരു വിൽസി സിസറും വലിച്ച ഹായ് ഉഷാറായി. എന്താണ് പരിപാടി? എണീക്കടാ എണീക്കടാ. പോടാ. എന്താണ് നിനക്കൊന്നും പറഞ്ഞില്ല? പോടാ പോടാ പോടാ. എണീറ്റ് പോടാ. പറഞ്ഞെങ്കിൽ നിന്നൊക്കെ മാറ്റി വിടണം. എണീറ്റ് പോടാ. എണീറ്റ് പിടിക്ക്. എന്തോ അയ്യോ, നിന്റെ അടുത്തേക്ക് ഞാൻ സെപ്പറേറ്റ് പറയണം. എണീറ്റ് പോടാ. പോടാ 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 പോടാ. ഏതവനടെ കല്ലൂർക്കാരനെ കണ്ടപ്പോ എണീക്കാൻ ഒരു മടി. എന്താണ് നിനക്ക് മൂലപ്പുരിനെ സൂണ്ടാ? എനിക്കിഷ്ടായി. ആണുങ്ങളായാൽ ഇങ്ങനെ വേണം. ഞാനൊരു അസിസ്റ്റന്റിനെ തപ്പിക്കൊണ്ട് കിടക്കാണ്. എന്താ പേര്? എന്തുട്ടാ നിന്റെ പേര്? തൃശ്ശൂക്കാരാണ് കേടിയേ. കല്ലൂക്കാരന്മാര് കേട്ടിട്ടുണ്ടാ? നപ്പ് സാധനങ്ങൾ ഇഷ്ടാ. അസലിടിയാ? ഇല്ല, കേട്ടിട്ടില്ല. അയ്യേ, അപ്പൊ പോയില്ലേ? ഈ നാട്ടന്നല്ലേ? കണ്ടപ്പോഴേ തോന്നി. കല്ലൂർക്കാടന്മാരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള അത്ര ആൾക്കാരും യൂറിൻ പാസ് ചെയ്യും. കല്ലൂർക്കാരന്റെ ആരാ? കല്ലൂർക്കാടന്റെ ആരാന്നോ? കല്ലൂർക്കാടന്റെ 5ാമത്തെ അനിയൻ. പേര് സത്യ. അതൊക്കെ പിടിത്തറ. ഇവിടുത്തെ പിള്ളേർക്കൊക്കെ എന്നെ പേടിയാ. കല്ലൂർക്കാരന്റെ സ്വന്തം അനിയനാ? എന്താ സംശയം? സ്വന്തം അനിയനാ. ഒരച്ഛൻ പറ്റ 2 മക്കള്. ഞാനും കല്ലൂർക്കാടനും തമ്മിൽ വെരി ക്ലോസ് ബ്രദേഴ്സാ. ചേട്ടനാരാ? എന്റെ പേര് ബാലൻ. വെറും ബാലന? ഇനീഷിലൊന്നും ഇടകടിയേ? ഇല്ല. ആ, എന്നാ കുടുംബപ്പേര് കാണാതിരിക്കില്ലല്ലോ? അതുമില്ലേ? ഉണ്ട്. കല്ലൂർക്കാട്. കല്ലൂർക്കാടൻ ബാലൻ.
ഓഹോ അയ്യോ ബാലേട്ടാ, അയ്യോ ബാലേട്ടാ, ഞാൻ ചമ്മി ബാലേട്ടാ. ബാലേട്ടാ എന്നെ മാറി നാറ്റിക്കരുത്, മാറി നാറിയ മഹാപോറ ബാലേട്ടാ. ബാലേട്ടനെ മേശ എടുത്തോണ്ടെങ്കിൽ മനസ്സിലായില്ല ബാലേട്ടാ. ഞാൻ എല്ലാം പറയാം, ഞാൻ വീട്ടിൽ പോയിട്ട് എല്ലാം പറയാം ബാലേട്ടാ. വാ ബാലേട്ടാ. ഭാര്യയ്ക്കും മക്കൾക്കും ബിരിയാണി മേടിച്ചു കൊടുത്ത് കിടന്നുറങ്ങാണ് മയ്യത്ത് പോലെ. മയ്യത്ത് പോലെ കിടക്കണത് എന്റെ വാപ്പയുണ്ട് ശൈത്താനെ ഇപ്പൊ കുച്ചി. നീ കിട. ഓനെ ഇപ്പൊ സമയത്തായി 11 കാണും. 12 മണിയാവാൻ ഇനി എത്ര മണിക്കൂർ കൂടി വേണം? 12 മണിയാകാൻ ഇനി തലപിടിക്കല് പോയി കൂലിപ്പണി എടുത്ത് ജീവിച്ചോളാം. വിശ്വസിക്കരുത്, ഇത് എന്റെ ട്രിക്കാണ്. അടി ഓരടി ഒഴിഞ്ഞതല്ലേ ഞാൻ ഉണ്ടാക്കാൻ. അയ്യോ, ഞാൻ അവനെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നേ. എന്റെ അമ്മയുടെ പകലൊരു അനിയത്തിന്റെ മോനാണേ, നമ്മുടെ ശാലിച്ചയുടെ മോൻ. ഇവന്റെ വീട്ടിലെ കൊറേ ഉപ്പും ചോറും ഞാൻ തിന്നിട്ടുള്ള. ഞാൻ നാളെ വിടുമ്പോഴേ ഇവന്താ ഇത്രേ ഉള്ളൂ, ഒരു കറുത്ത പന്നിക്കുടിയുടെ അത്രയും. ഇപ്പൊ വലുതായി. സൂത്രക്കാരനാ. ഇനി ഇവൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും. ഇനി നമ്മൾ 4 അല്ല 5 ആളാ. പന്നി കൂടുതൽ ഇവിടെ കിടന്ന് ഷെയിൻ ചെയ്താലുണ്ടല്ലോ ഇടിച്ചതിന്റെ ബോൾട്ടേനിളക്കും. ഓടത്തടിയാ. അയ്യോ